ഗൈസ് നമ്മൾ ആലപ്പുഴയിലേക്ക് പോവാണ്. അല്ല സന്തോഷ് കറുപ്പടിച്ചല്ലേ കറുമുറം ഇതുപോലെ ഉള്ളത്. അപ്പൊ നമ്മൾ ആലപ്പുഴയിലേക്കല്ലോ അപ്പൊ ആലപ്പുഴയിലെ സംഭവം കാണിച്ചു തരാം ഗൈസ്. അപ്പൊ സ്ലിപ്പ് അടിക്കാണ്ട് മുഴുവനായിട്ട് കാണുക. അതല്ല ട്രെയിൻ ഒരുപാട് സ്ഥലത്ത് നിർത്തിയിട്ടു ഗൈസ്. ഫുള്ള് പോസ്റ്റ് പോസ്റ്റ് ആയില്ലേ, കട്ട പോസ്റ്റാണ് ഗൈസ്. എൻ്റെ മോനെ ആകെ ക്ഷീണിച്ചു. 8 മണിക്കൂർ നമ്മൾ ഒരേ ഇരുത്തം. എത്ര മണിക്കൂർ പിടിച്ചു വെച്ചിട്ടാണ് ആകെ പണിയായി. നമ്മൾ ഇറങ്ങി സ്ഥലം എത്താനായി. ആലപ്പുഴ എത്തി. അങ്ങനെ നമ്മൾ ആലപ്പുഴയിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. ആലപ്പുഴ നമ്മളങ്ങനെ ആലപ്പുഴയിൽ എത്തിയിരിക്കുകയാണ്. ഒരു 1.5 ഓട്ടമായിരുന്നു. എത്ര മണിക്കൂർ ഓടി? 8 മണിക്കൂർ ഓടി നമ്മളങ്ങനെ ആലപ്പുഴയിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മളിൻ്റെ പരിപാടി എന്ന് വെച്ചാൽ ഒരു ശരിയായ ഒരു പരിപാടിയാണ്. ഇനി നേരെ ബീച്ചിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ബീച്ചിൽ പോയിട്ടുള്ള പരിപാടിയാണ് ഇന്ന്. അപ്പോൾ അവിടെ നമ്മൾ നൈറ്റ് ലൈഫ് അടിച്ചു പൊളിക്കാൻ പോകാണ്. ബീച്ചിൽ നൈറ്റ് ലൈഫ് വേറെ ലെവലായിരിക്കും. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ നൈറ്റ് ലൈഫ് അടിച്ചു പൊളിച്ചിട്ടുള്ള വീഡിയോസാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഒരു കിടലം പോലത്തെ റിസോർട്ടെല്ലാം ഉണ്ട്. ആ റിസോർട്ടെല്ലാം നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം. സെറ്റ് റിസോർട്ടാണ് കേട്ടോ. അപ്പോൾ മൊത്തം ആദ്യമായിട്ടാണ് ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ആലപ്പുഴയിലേക്ക് വരുന്നത്. ഇത്ര വർഷമായിട്ടും ഇത്ര ഇതായിട്ടും നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നത്. ഓക്കെ, നമ്മളങ്ങനെ നമ്മളെ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് കേട്ടോ. കിടലം പോലത്തെ ഒരു ബീച്ച് സൈഡിൽ വരുന്ന ഒരു ചെറിയ റിസോർട്ടാണ്. ആ റിസോർട്ടിനകത്ത് നമ്മൾ ഞാൻ കാണിച്ചു തരാം. നമ്മളാ വില്ലേൻ്റെ ഉള്ളിൽ കയറി കേട്ടോ. ശരിയായ റിസോർട്ട് കേട്ടോ. ആ റൂമൊക്കെ എന്തൊരു നീറ്റും ക്ലിയറാന്ന് നോക്കി നിങ്ങൾ. അടിപൊളി കേട്ടോ. ഇതിൻ്റെ ലൈറ്റ് ഫുൾ ഓപ്പൺ ആക്കിയിട്ട് ഒന്നും കൂടി എടുക്കും. അപ്പോൾ ഈ പുറത്തുള്ളൊരു കാഴ്ച നോക്കി നിങ്ങൾ. ഏറ്റവും മോനെ നമ്മളാ ഗോവയിലെല്ലാം പോയ ഒരു ഫീലാണ് കേട്ടോ. പക്ഷെ നമ്മൾ കുറച്ച് ലേറ്റായി പോയി. ട്രെയിൻ നമ്മൾ ലേറ്റ് ആയതുകൊണ്ട് നമ്മളൊരു ഏകദേശം ലേറ്റായി പോയി എത്താൻ. കണ്ടോ പൈസ. ഇപ്പോൾ ബാത്റൂം നമുക്ക് കാണിച്ചു തരാം നിങ്ങൾക്ക്. എന്താ പറയുക, കണ്ടോ കുഴപ്പമില്ല, അടിപൊളി, നല്ല നീറ്റ് ക്ലിയർ ആണ്. നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് വരാം, ബാച്ചലറായിട്ട് വരാം, കപ്പിളായിട്ട് വരാം. എല്ലാം ഇവിടെ നല്ല സൗകര്യമാണ് കേട്ടോ. മൊത്തത്തിൽ നല്ല സൗകര്യമുണ്ട്. എല്ലാം സന്തോഷമല്ലേ? അടിപൊളി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാ സന്തോഷം ഈ പുറത്തുള്ളൊരു കാഴ്ചയാണ് അല്ലേ. നിങ്ങൾ നോക്കിയത് ഇത് വേറെ ലെവൽ. നിങ്ങൾ കമൻറ്റിൽ എന്തായാലും ഇതൊരു അഭിപ്രായം പറയണം കേട്ടോ. ഈ ഒരു പുറത്തുള്ള വ്യൂ അടിപൊളിയാ. പക്ഷെ എങ്ങനെയുണ്ട് റൂമിന്റെ അവസ്ഥ? അടിപൊളി റൂമാണ് കേട്ടോ. അടിപൊളി റൂമിന്റെ ആ ഒരു സൗകര്യമല്ല, ആ പുറത്തെ വ്യൂ ഉണ്ടല്ലോ വേറെ ലെവൽ. ഇവിടുന്ന് വാതിൽ തുറന്നു കഴിഞ്ഞാൽ കാണുന്നത് ബീച്ചാണ്. ശരിയായ ബീച്ച്. ആ ഒരു വീട് പോലെ അല്ലേ? ശരിയായ വീട്, ഫാമിലി സെറ്റപ്പാണ്. നമ്മൾ വിദേശത്തെല്ലാം കാണുന്ന ഒരു റൂമില്ലേ, ആ ഒരു വീടില്ലേ, ആ ഒരു സ്റ്റൈൽ തന്നെയാട്ടോ ശരിക്കും. പേരൊന്ന് പറഞ്ഞോടത്തെ. ഡോൾഫിൻ വില്ല ബീച്ച് റിസോർട്ട്. സംഭവം ഞാൻ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. വിളിക്കുക, ബുക്ക് ചെയ്യുക, വരിക, അടിച്ചു പൊളിക്കുക. അത് നിങ്ങൾക്ക് ഹൗസ് ബോട്ട് ഒന്നും എടുക്കാൻ ചിലക്ക് ബഡ്ജറ്റിന് കൊണ്ട് ഹൗസ് ബോട്ടെല്ലാം എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഇത് നല്ല ബഡ്ജറ്റെല്ലാം അത്രേ ഉള്ളൂ. നോർമൽ ക്യാഷാണ്. നിങ്ങൾക്ക് അത് വരുത്താം അല്ലേ. അപ്പൊ എന്തായാലും മസ്റ്റ് ട്രൈ ആട്ടോ. നോക്കിങ്ങള് ആ ഒരു ലുക്ക് നോക്കിങ്ങള്. അതിൻ്റെ അടുത്ത് തന്നെ നല്ലൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഇതാണ് ശരിയായ എൻട്രി അല്ലേ. ഇവിടെ പിള്ളേർ അടിപൊളി വോളിബോൾ കളിക്കുന്നുണ്ട്, ഫുട്ബോൾ കളിക്കുന്നുണ്ട്. നമ്മൾ വരാൻ ഭയങ്കര ലൈറ്റായിപ്പോയി. അതാണ് ഭയങ്കര പ്രശ്നമായിപ്പോയി അല്ലേ സന്തോഷം. ട്രെയിന് നമ്മൾ ചതിച്ചു ഗൈസ്. അപ്പുറത്ത് എന്തോ പരിപാടി നടക്കുന്നുണ്ടേ, കണ്ടോ? അവിടെ എന്തോ പരിപാടി നടക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്താ കമൻറ്റ് അറിയിക്കുക. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിപ്പെട്ട കേട്ടോ. ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. ഓക്കെ, മുത്തുതാ നമ്മൾ ആലപ്പുഴയിലൊരു ബുദ്ധിമുട്ടുന്ന ടൈമിൽ നമുക്ക് ഡ്രോപ്പ് തന്ന ആള്, നമുക്ക് ലിഫ്റ്റ് തന്ന ആള്. താങ്ക് യു ബ്രോ. ബ്രോന്റെ പേരൊന്ന് പറഞ്ഞു കൊടുത്തേ. യദു കേട്ടോ, പൊളിയാട്ടോ. ഓക്കെ, കാണാം. നമ്മൾ ഏത് ബീച്ചിലാണ് വന്നിട്ടുള്ളത്?
നമ്മളിപ്പോ വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സെഡ് ലൗഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബീച്ചിന്റെ സൈഡിലല്ലേ. ശരിയാ, ഇവിടെ മറ്റു വലിയ വലിയ ഫുഡ് കോർട്ടിന്റെ ഉദ്ഘാടനമൊക്കെ ചെയ്തിട്ടുണ്ട് ഇന്ന് മുഖ്യമന്ത്രി വന്നിട്ടല്ലേ. ഓക്കെ, അപ്പോൾ സെറ്റാണ് കേട്ടോ. ആലപ്പുഴ ഇന്ന് മൊത്തം നമ്മൾ കറങ്ങി ഒന്ന് ലെവലാവും മൊത്തത്തിൽ. വേറെ തന്നെ കേട്ടോ, എല്ലായിടത്തും ഓരോ ബീച്ചിൽ ഓരോരോ പ്രത്യേകതയാണ് അല്ലേ. അടിപൊളിയാണ് കേട്ടോ. ശരിയായ നൈറ്റ് ലൈഫ് വൈബാണ്. ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര പാട്ടെല്ലാം കേൾക്കുന്നുണ്ട്. യൂട്യൂബ് ടീം കോപ്പിറൈറ്റ് തരല്ലേ. ചാലഞ്ച് സന്തോഷ ചാലഞ്ച് അല്ലേ മനാഫിനോട്. ഇത് കണ്ടില്ലേ, 120 അതിന് 1000, പിന്നെ എത്രയേനു? 2000. നമ്മൾ ആലപ്പുഴയിലാണേ. അപ്പോൾ സന്തോഷം നോക്കല്ലേ. ഓക്കെ ഓക്കെ അല്ലേ. ഓക്കെ. ഒരു മിനിറ്റ് 4 സെക്കൻഡ് ജസ്റ്റ് മിസ് മനാഫെ. പറയാൻ പറ്റൂല. അപ്പൊ പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. എന്നാ പറയണ്ടേ. ഇതിന്റെല്ലാം ഇതൊക്കെ കാണുന്ന ഈ ഫുഡ് കോർട്ടിന്റെ മുതലാളി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒരു ജാടയില്ലാത്തൊരു മുതലാളി. ഒന്ന് പരിന്നോട്ടെ പേര് മുഹമ്മദ് യാസിർ. ഇവരിങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ കിട്ടിയതാണ്. 2 ആളെ കിട്ടി. ഏരിയയിലുള്ള മൊത്തം ഫുഡ് കോർട്ടിന്റെ വലിയൊരു മുതലാളിയാണ് ഒരു ജാടയില്ല, ഒന്നുമില്ല. എന്താണെല്ലാം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്താട്ടെ. എൻ്റെ പേര് യാസർ. നമ്മളവിടെ ആലപ്പുഴയിൽ സീ ലോഞ്ച്, നമ്മുടെ ഇതിൻ്റെ പേരാണ് സീ ലോഞ്ച്. ഇവിടെ ഏകദേശം ഒരു 14ഓളം ഫുഡ് കോർട്ട്, ഗെയിം, എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ആലപ്പുഴക്കാർക്ക് നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അടിപൊളി പരിപാടികൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇവർ കണ്ണൂരിൽ നിന്ന് വന്നതാണ്. നമ്മളിവരെ അടിച്ചു പൊളിക്കാനായിട്ട് വന്നിട്ട് ഇവിടെ എൻജോയ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇനി 2 ദിവസം ആലപ്പുഴ പൊളിക്കും അല്ലേ. പിന്നല്ല ആ സന്തോഷം കൂടി ആ ബീച്ചിൽ ക്രിക്കറ്റ് കളിക്കാൻ പോവാന്ന്. ആലപ്പുഴയിൽ വന്നിട്ട് നൈറ്റ് ഇതിനൊക്കെ ബാറ്റ് ചെയ്യുന്നില്ല ഗൈസ്. എന്താ ചെയ്യാൻ നമ്മളെ പണ്ടത്തെ പോലെ തന്നെ ബാറ്റ് മേടിച്ച ബാറ്റ് എടുത്തില്ല. ആ ബോളർ ആരാ നോക്ക്, ബോളർ ആരാ നോക്ക്, ബോളർ ആരാ നോക്ക്, ബോളർ. പിന്നെ മോന്നക്കര പിടിപ്പിക്കരുത്. എന്താ ബോളർ കണ്ട, ബോളർ കണ്ട. ഇതാരാണ്? ആരാണ്? ആ ഓക്കെ. गुड बॉलिंग. यूट्यूब चैनल? हाँ यूट्यूब चैनल. कौन सा चैनल? एक अश्विन मिनट से. गुड बॉलिंग. ओ लाइन तो ഓ ഇതാ കണ്ണൂരിലെ 2 പുലിക്കുട്ടികൾ ബോളിംഗ് ആൻഡ് ബാറ്റിംഗ്. കണ്ണൂരിന്റെ ഓമനമുത്തായ ആൽവിൻ ജി. ഓ വാട്ട് എ ഫാസ്റ്റ് ബോളർ. വൈഡാണ് വൈഡൊന്നു